അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ അഴിമതി ആരോപണവുമായി ക്ഷീരകർഷകർ രംഗത്ത്. കർഷകരുടെ സ്വാശ്രയ സംഘമായ ക്ഷീരമിത്ര അംഗങ്ങളാണ് പരാതിയുമായി രംഗത്ത് വന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംഘത്തിൽ LDF അംഗം അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്നും പരാതിക്കാർ ആരോപിച്ചു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ പ്രസിഡന്റായ മാത്യു ജോസഫ് മാട്ടുക്കട്ട സംഘത്തെയും അവിടുത്തെ കർഷകരെയും കൊള്ളയടിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായി കർഷകരുടെ ആരോപണം. കർഷകരുടെ പാലിന്റെ സാമ്പിൾ മാറ്റുകയും കൂടുതൽ പണം നേടുകയുമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. കോവിഡ് കാലത്ത് സംഘത്തിൽ വിതരണം ചെയ്ത സബ്സിഡി കാലിത്തീറ്റ പുറത്ത് വിൽപ്പന നടത്തി കർഷകരെ വഞ്ചിച്ചു. ജാതിമത ഭേദമന്യേ പാലളക്കുന്ന സംഘത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതായും കർഷകർ പരാതിപ്പെടുന്നു. പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെയും നടപടി ക്ഷീരസംഘത്തിന്റെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതായും ഇവർ ആരോപിക്കുന്നു. സംഘ പ്രസിഡന്റ് അധികാരമേറ്റ നാൾ മുതൽ വിവിധ തരത്തിലുള്ള അഴിമതിയും അതുപോലെ തന്നെ ജീവനക്കാർക്കെതിരെ വിവിധ തരത്തിലുള്ള പീഡന പരിപാടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. നേരത്തെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ SKM എന്ന് പറയുന്ന ഒരു കാലിത്തീറ്റ മാട്ടുക്കട്ടയിലെ സാധാരണ കടകളിൽ കിട്ടുന്ന 1300 രൂപയ്ക്ക് കിട്ടുമ്പോൾ 1440 രൂപയ്ക്ക് സംഘത്തിൽ കൊണ്ടുവച്ച് ഓരോ കർഷകരിൽ നിന്ന് ഒരു ചാക്കയ്ക്ക് 140 രൂപ അധികം വില ഈടാക്കുകയും അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന മറ്റൊരു പരിപാടി അവിടുത്തെ ക്ഷീരവികസന യൂണിറ്റിലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പാലിന് 34 രൂപ 25 പൈസ പാലിന് വിലയുള്ളത് അദ്ദേഹം എരുമപ്പാലിൻ്റെ വിലയാക്കിക്കൊണ്ട് മറ്റൊരു ക്ഷീരകർഷകൻ്റെ സാമ്പിൾ അടിച്ചു മാറ്റി ആ 54 രൂപ വിലയുള്ള പാലിന് 48 രൂപയോളം ഇദ്ദേഹം അന്യായമായി വില വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെയുള്ള ക്ഷീരകർഷകർക്ക് 1490 രൂപയ്ക്ക് ഒരു ചാക്ക് കാലിത്തീറ്റ കിട്ടുമ്പോൾ ഇദ്ദേഹത്തിന് 1470 രൂപയ്ക്ക് ഒരു ചാക്ക് കാലിത്തീറ്റ കൊടുക്കുക. അതുപോലെ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതികൾ ഉണ്ട് ആ സംഘത്തിൽ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മന്ത്രിക്കും അതുപോലെ DDക്കും അതുപോലെ തന്നെ DOയ്ക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. കേരള ഫീൽഡ്സിന്റെ കാലിത്തീറ്റ കർഷകർക്ക് വില കൂട്ടിയും പ്രസിഡന്റ് വില കുറച്ചും കൊണ്ടുപോകുന്നതായും ആരോപണമുണ്ട്. ഇങ്ങനെ ഭരണസമിതി മുന്നോട്ട് പോയാൽ മാട്ടുക്കട്ട അപ്കോസിന്റെ തകർച്ച അധികം വിദൂരമല്ല. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി ഈ ഭരണസമിതി പിരിച്ചുവിടുകയും പ്രസിഡന്റ് സംഘത്തിന് വരുത്തിവെച്ചിരിക്കുന്ന സാമ്പത്തിക നഷ്ടം ഇയാളിൽ നിന്ന് ഈടാക്കുകയും ചെയ്ത് മാട്ടുക്കട്ടയിലെ ക്ഷീര കർഷകരെ ആപത്തിൽ നിന്നും രക്ഷിക്കണമെന്നാണ് ക്ഷീരമിത്ര സ്വയം സഹായ സംഘ അംഗങ്ങളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.